നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രവേശ് 2024 ഫെബ്രുവരി ചോദ്യപേപ്പർ മോഡലാണ് ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ രാഷ്ട്രപരീക്ഷയൊക്കെ വിജയിച്ച കുട്ടികൾ പ്രവേശിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും ചോദ്യം കിട്ടുന്നത്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് നിബന്ധ എഴുതാനാണ്. ഇവിടെ 4 വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 വിഷയങ്ങൾ വേണം എഴുതേണ്ടത്. പിന്നെ വരുന്നത് ലെറ്ററാണ്. ലെറ്റർ ചുട്ടിപ്പത്രം മിക്കവാറും കാണും. അപ്പോൾ 2 കത്ത് കൊടുത്തിരിക്കും, 1 കത്ത് എഴുതിയാൽ മതി. പിന്നെ വരുന്നത് സാരാംശം എഴുതാനാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് 3-1 തിരിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പോയിൻ്റ് എഴുതിയാൽ മതി. ഒരു ഹെഡിങ് കൊടുത്തിട്ട് വേണം എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ വരുന്നത് വാക്യം പ്രയോഗിക്കാനാണ്. ഇതിലിവിടെ 4 കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 3 എഴുതുക. പിന്നെ ലോകോക്തി, ഇതെല്ലാം വ്യാകരണ ടെസ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 100 അതിൽ വരുന്നത്. അപ്പോൾ അതിലുള്ള വ്യാകരണം എല്ലാം നന്നായിട്ട് വായിച്ചിട്ട് പോവുക. പിന്നെ വരുന്നത് സംജ്ഞ, കാരക്, സർവനാം, അതിലേതെങ്കിലും 5 പഠിക്കുക. അതിൽ നിന്ന് 2 കിട്ടും. പിന്നെ വരുന്ന ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ എല്ലാവരും അതിൽ 25 ട്രാൻസ്ലേഷൻ ഉണ്ട്. ആദ്യത്തെ 20 ട്രാൻസ്ലേഷൻ നന്നായിട്ട് വായിച്ചിട്ട് പോവുക. അതിൽ നിന്ന് 1 വരുന്നത്. അപ്പോൾ ഹിന്ദിയിൽ നിന്ന് 1, മലയാളത്തിൽ നിന്ന് 1. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോപ്പി എടുത്ത് പേപ്പറിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് ആവശ്യമുള്ള കുട്ടികൾ അറിയിക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ്. എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം. പ്രായപരിധി 45 വയസ്സാണ്. അപ്പോൾ പ്രവേശ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂഷണ് പഠിച്ച് JLTക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. തുടർന്ന് ഹൈസ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി സാഹിത്യചര്യ പാസ്സായി കഴിഞ്ഞാൽ B.Edനും കൂടെ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൈസ്കൂൾ ടീച്ചർ വരെ പോകാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രവേശ് 60% മാർക്ക് നേടുക എങ്കിൽ ഭൂഷണും സാഹിത്യചര്യക്കും അതേപോലെ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു പേപ്പർ കിട്ടിയില്ലെങ്കിൽ 3 പേപ്പറും എഴുതേണ്ടി വരും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തേർഡ് പേപ്പർ ഈ രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പേപ്പറിൻ്റെയും സെക്കൻഡ് പേപ്പറിൻ്റെയും വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.